3 കുഞ്ഞുങ്ങളാണ് പേവിഷബാധയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. പേവിഷബാധയേറ്റാൽ എന്തു ചെയ്യണം? പ്രത്യേകമായി ശ്രദ്ധിക്കുക. പേവിഷബാധയേറ്റാൽ ചെയ്യേണ്ടത്: കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ കഴുകി വൃത്തിയാക്കാൻ ശ്രമിക്കണം. സോപ്പ്, ഡെറ്റോൾ ഇതൊക്കെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത്, ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് കൂടുതൽ നല്ലതാണ്. അഥവാ ടാപ്പ് ഓൺ ചെയ്തിട്ടതിന് ശേഷം നിങ്ങളുടെ മുറിവേറ്റ ഭാഗം ആ ടാപ്പിന് കീഴിലേക്ക് കാണിക്കുക. അങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. അടിയന്തരമായി കുത്തിവയ്പ്പുകൾ എടുക്കുക. നൽകേണ്ടത് 2 തരം കുത്തിവയ്പ്പുകളാണ് പ്രധാനമായിട്ടും നടത്തേണ്ടത്. ഒന്ന് ഇൻട്രാഡെർമൽ റേബീസ് വാക്സിൻ, രണ്ടാമത്തത് ആൻറ്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, കടിയേൽക്കുന്നത് തലയിലും മൂക്കിലും ചെവിയിലും ചുണ്ടിലും മുഖത്തും കഴുത്തുമാണെങ്കിൽ ഇത്രയും ഭാഗം, അതായത് നമ്മളുടെ കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗത്താണ് കടിയേൽക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ വിരൽ തുമ്പുകളിലാണെങ്കിൽ ഒക്കെ റിസ്ക് കൂടുതലാണ്. കാരണം ഈ സ്ഥലങ്ങളിൽ വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ്, ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് ഈ വൈറസ് തലച്ചോറിൽ കടന്ന് വിഷബാധയുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തലയിരുടെ ഭാഗത്ത് എവിടെയെങ്കിലുമാണ് ഈ നായ കടിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്ത് വാക്സിൻ കുത്തിവെച്ച് ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ റേബീസ് വാക്സിൻ തലച്ചോറിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചേക്കാം. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചാൽ പിന്നീട് ഇതിനെ നിയന്ത്രിക്കുക ബുദ്ധിമുട്ടായിത്തീരും. ഇവിടെ സംഭവിച്ച ഈ വിഷയത്തിൽ ഈ 2 കുട്ടികളുടെ കാര്യത്തിൽ, മലപ്പുറത്തെ കുട്ടിയുടെ കാര്യത്തിൽ നേരിട്ട് ഞരമ്പിലേക്കും മറ്റൊന്ന് തലയിലേക്കുമാണ് ഈ കടിയേറ്റത്. അപ്പോൾ ഇത് രണ്ടും നേരിട്ട് തലച്ചോറിനെ ബാധിച്ചു എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇവിടെ ഈ ഭാഗത്ത് നാഡികൾ കൂടുതലാണ്. നാഡികൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, അതേപോലെ വിരൽത്തുമ്പുകൾ എന്നീ ഭാഗങ്ങളിൽ കടിക്കുന്നതിൽ റിസ്ക് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാക്സിൻ എടുത്തിട്ടും ഈ മരണം സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചർച്ചയെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം ഇതുതന്നെയാണ്. 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളത് കഴുകി വൃത്തിയാക്കി ആശുപത്രിയിൽ എത്തിച്ച് വേണ്ടത്ര പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കുക. പക്ഷേ നാഡീഞരമ്പുകളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ ഈ വാക്സിൻ അത്ര ഫലപ്രദമാകാതെ പോകുന്ന സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. ഓർമ്മിക്കുക, 99.99% വാക്സിൻ ഫലപ്രദമാണ്. എന്നാൽ ഈ കടിയേൽക്കുന്നത് നെർവ് സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ വാക്സിൻ പിന്നീട് ഫലിക്കാതെ വരുന്ന സാഹചര്യവും ഉണ്ടാവാം. 1 ലക്ഷത്തിൽ 2-3 കേസുകൾ മാത്രമേ അത്തരത്തിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. തിരുവനന്തപുരത്തെ കുട്ടികളുടെ ആശുപത്രിയുടെ പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. SCT ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സ്ഥലത്തുവരെ നായ്ക്കൾ വിഹരിക്കുകയാണ്. ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രവും സർക്കാർ കീഴടക്കി കഴിഞ്ഞു. ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. SIT ആശുപത്രി പരിസരത്ത് നിന്നും റഹീസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.